നമസ്കാരം. വാർത്താ നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യക്തി അധിക്ഷേപത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. യൂട്യൂബർമാരായ സൂരജ് പാലാക്കാരന്റെയും ചെകുത്താന്റെയും അറസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ ആ വിഷയത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് കരുതുന്നു. നടൻ മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിനാണ് ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ പത്തനംതിട്ട തിരുവല്ല മാഞ്ഞാടി സ്വദേശി അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്മ ജനറൽ സെക്രട്ടറിയായ നടൻ സിദ്ദിഖിന്റെ പരാതിയിൽ തിരുവല്ല പോലീസിന്റേതാണ് നടപടി. സംഘടനയിലെ സ്ത്രീകൾക്കെതിരെ ഇത്തരം അതിക്രമങ്ങൾ നടന്നപ്പോൾ അമ്മ പ്രതികരിച്ചിരുന്നോ ഇല്ലയോ എന്ന രീതിയിലുള്ള ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. ഇത് തികച്ചും വ്യത്യസ്തമായ വിഷയമാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ചെകുത്താന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിലാണ് മറ്റൊരു യൂട്യൂബറായ സൂരജ് പാലാക്കാരനും അറസ്റ്റിലായിരിക്കുന്നത്. നടി റോഷ്ന ആൻ റോയിയുടെ പരാതിയിലാണ് സൂരജ് പാലാക്കാരൻ അറസ്റ്റിലായിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അധിക്ഷേപിച്ചെന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് സൂരജ് പാലാക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ KSRTC ബസ് ഡ്രൈവർ യദു അപമാനിച്ചതിന് പിന്നാലെ യദുവിനെതിരെ മറ്റൊരു ഗുരുതര ആരോപണവുമായി റോഷ്ന ആൻ റോയി രംഗത്ത് വരികയായിരുന്നു. അവർ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ ആരോപണം സൂരജ് പാലാക്കാരനെ പ്രകോപിപ്പിച്ചു. തുടർന്ന് അത്യന്തം രൂക്ഷമായ ഭാഷയിൽ അപകീർത്തികരമായ രീതിയിൽ റോഷ്നക്കെതിരെ സൂരജ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ തന്റെ ടെറിട്ടോറിയൽ ആർമി യൂണിറ്റിനൊപ്പം മോഹൻലാൽ സന്ദർശനം നടത്തിയതാണ് ചെകുത്താനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് മോഹൻലാലിനെതിരെ കടുത്ത പരാമർശങ്ങളാണ് ചെകുത്താൻ നടത്തിയത്. സൂരജ് പാലാക്കാരനും ചെകുത്താനും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. എന്നാൽ മറ്റൊരാളെ അധിക്ഷേപിക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ അവകാശമില്ല. മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട്ടിൽ സന്ദർശനം നടത്തിയതിനെ അതിൻ്റെതായ മെറിറ്റിൽ വിമർശിക്കാം. എന്നാൽ തികച്ചും വ്യക്തി അധിക്ഷേപം നടത്തിയത് കടുത്ത തെറ്റ് തന്നെയാണ്. സൂരജ് പാലാക്കാരന്റെ കേസ് കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളതാണ്. ഒരു സ്ത്രീയെ അവരുടെ സ്ത്രീത്വത്തെ അവഹേളിക്കും വിധം ആക്ഷേപിക്കുകയായിരുന്നു. അതിന് പൊതുസമൂഹത്തിൽ നിന്നും വ്യാപകമായ പിന്തുണ ഇപ്പോഴും കിട്ടുന്നു എന്നുള്ളത് ഭീതിജനകമാണ്. യദുവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും നടി റോഷ്ന ആൻ റോയിക്കും ക്രൂരമായ സൈബർ ബുള്ളിയിങ്ങിന് വിധേയരാകേണ്ടി വന്നു. അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിക്കുക അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ അവഹേളിക്കും വിധമാണ് പ്രചാരണങ്ങൾ നടന്നത്. സൂരജ് പാലാക്കാരനും അതിന്റെ ഒപ്പം തുഴഞ്ഞുകൊണ്ട് റോഷ്നിക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ ചെകുത്താന്റെ അറസ്റ്റിന് കൈയടിക്കുന്ന അതേ ആളുകൾ തന്നെ സൂരജ് പാലാക്കാരന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പോസ്റ്റ് ഇടുന്ന കാഴ്ച കാണാം. അതിന്റെ കാരണം സൂരജിന്റെ ഇര ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ്. സൈബർ ലിഞ്ചിങ് എന്നത് ഒരു തരത്തിൽ ഒരു കൊലപാതകം തന്നെയാണ്. പലപ്പോഴും പൊങ്കാല, എയറിൽ പോവുക എന്നൊക്കെ ഓമന പേരിട്ടാണ് ഈ കുറ്റകൃത്യത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാറ്. അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ സൈബർ ലിഞ്ചിങ്ങും വ്യക്തി അധിക്ഷേപവും പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയും വേണം. കേവലം ഒരു ചെകുത്താനോ സൂരജ് പാലാക്കാരനോ മാത്രമല്ല കുറ്റക്കാർ. ഓരോരുത്തരും സ്വയം പരിശോധിക്കുകയും അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബോധം കാണിക്കുകയും വേണം. നന്ദി, നമസ്കാരം.